ഹലോ, ഉറങ്ങുമായിരുന്നോ? ഈ നേരത്ത് പിന്നെ ഡാൻസ് കളിക്കോ? ഐ എം സോറി, ഞാൻ കാരണം നീ ഒരുപാട് അനുഭവിച്ചു അല്ലേ? അങ്ങനെയൊന്നുമില്ല. എന്തൊക്കെയായാലും അവരെന്റെ അച്ഛനും അമ്മയല്ലേ. എത്രത്തോളം അവർക്ക് എന്നോട് വിശ്വാസമുണ്ടോ അത്രത്തോളം അവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനും എനിക്ക് പറ്റും. എന്തൊക്കെയായാലും ഞാൻ റൗഡി ബേബി അല്ലേ. എന്താ തമാശയാണോ? നിനക്ക് കിട്ടിയതൊന്നും പോരാന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. താങ്ക് യു. എന്തിന്? ഞാനൊരു പ്രശ്നത്തിലായപ്പോ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നീ വന്നില്ലേ, അതുകൊണ്ട്. ഐ മീൻ ചേച്ചിയുടെ കല്യാണത്തിന്റെ കാര്യത്തിനും പിന്നെ ഇന്നത്തെ കാര്യത്തിനും നീ വന്നില്ലേ. അതൊന്നും വലിയ കാര്യമല്ല. നിന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും മേ ബി ഞാൻ അങ്ങനെ പെരുമാറുള്ളൂ. അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള്. നിനക്ക് എന്നോട് ലൈറ്റായിട്ട് ഒരു ഇഷ്ടമുണ്ടെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ടല്ലേ നീ എന്നെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വരുന്നേ. അല്ലായിരുന്നെങ്കിൽ നീ എന്റെ വീടിന്റെ മുമ്പില് അതും പുറത്തു വന്ന് നിൽക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. എന്നുവെച്ചാ നീ എന്തായി ഉദ്ദേശിക്കുന്നേ? ഞാൻ എന്തിനാ അവിടെ വന്ന് വെയിറ്റ് ചെയ്യണം? വേറെ എന്തിനാ? എന്നെ കാണാൻ വരുന്ന പയ്യൻ കറക്റ്റ് ആണെന്ന് അറിയാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ. അല്ല, അത് ആക്ച്വലി ഞാനിപ്പോ എന്തിനാ അങ്ങോട്ട് പോയതെന്ന് എനിക്ക് തന്നെ അറിയില്ലല്ലോ. ഹലോ, അവിടെ ഉണ്ടോ അതോ ചത്തുപോയോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും നീ മാത്രം മാറാൻ പോകുന്നില്ല. നമ്മുടെ ദേശം എന്തായാലും അഭിമാനത്തോടെ മുന്നോട്ട് പോകുന്ന ദേശമല്ലേ. സോ നമ്മൾ എന്തായാലും ഡെവലപ്പ് ആവും, എന്നാലും ചേഞ്ച് ആവില്ല. വെരി ഫണ്ണി. ഡെവലപ്പ് സംഭവിക്കുന്നത് ചേഞ്ചിൽ നിന്നാ. ആ ചേഞ്ച് സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നും. മിഡ് നൈറ്റിൽ ഞാൻ നിന്റെ വളിച്ച ഫിലോസഫി കേൾക്കാൻ വേണ്ടി അല്ല അങ്ങോട്ട് വിളിച്ചത്. നിന്നോട് അതിന് മിഡ് നൈറ്റിൽ കോൾ ചെയ്യാൻ ആരാ പറഞ്ഞേ? പാതി രാത്രി ഒരു പയ്യന് ഫോൺ വിളിക്കുന്നു. നാണമില്ലേടി നിനക്ക്? നീ പറയുന്നത് മാത്രമേ ശരിയായിട്ടുള്ളൂ. അത് തെറ്റാണെങ്കിലും നീ ശരിയാക്കി എടുക്കും. ബട്ട് ദിസ് ഇസ് ഡിസ്കസ്റ്റിംഗ്. ഒന്ന് ഫോൺ വെച്ചിട്ട് പോടി. അഹങ്കാരി വേദാന്ത്. സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് പറയും. ഇതിലെന്താണാവോ നല്ലത് സംഭവിച്ചത്? ചേച്ചി, ഒരു തടസ്സങ്ങളും ഇല്ലാതെ നിന്റെ കല്യാണം എത്രയും പെട്ടെന്നൊന്ന് നടന്നാ മതിയായിരുന്നു. അതൊന്ന് നടന്നാലേ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ഈ ടെൻഷൻ ഒന്ന് മാറിക്കിട്ടും. അവര് മാത്രല്ല, ഞാനും അതിനു വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നേ. ഇതിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോ ഞാൻ എന്റെ ഡബിൾ റോളിനെ അങ്ങ് മറന്നുപോയല്ലോ. അമ്മൂന്ന് പറഞ്ഞ എന്താ തമാശയാണോ? റൗഡി ബേബി ആകും, ടെലിഫോൺ ലവറും ആകും. വിക്കി ചേട്ടൻ നിന്ന് വിളിച്ച് സംസാരിക്കാം. ഈ പാതിരാത്രി നിന്നെ ആരാ വിളിച്ചേ? ഈ രാത്രി വേറെ ആരോ വിളിക്കാനാ ചേട്ടാ? എന്റെ ഡ്രീം ഗേളാ. ആയിക്കോട്ടെ വിക്കി ചേട്ടാ, ചേട്ടൻ പറയുന്ന പോലെ ചെയ്യാം. എടി മുതുക്കി, എന്താ നിന്റെ പ്രശ്നം? പാവം വേദാന്തേട്ട് നിനക്ക് വേണ്ടി എന്തൊക്കെ. ഒന്ന് മിണ്ടാതിരിക്കാവോ? ആവശ്യമില്ലാത്ത സമയത്ത് തുടങ്ങിക്കോളും അവളുടെ വേദാന്ത ജപം. അല്ലടി, വേദാന്തേട്ടൻ നിനക്ക് വേണ്ടി എത്രയൊക്കെ സംസാരിച്ചു. എന്നിട്ട് നീ വിക്കിച്ചേട്ടന്റെ ഒപ്പം ചേർന്ന്. ആരെ ഇല്ലാന്ന് പറഞ്ഞത്? നിന്റെ വേദാന്ത ചേട്ടൻ എന്നെ സഹായിച്ചു എന്നുള്ള കാര്യമൊക്കെ ശരിയാ എന്ന് കരുതി നടക്കാനിരിക്കുന്ന ചേച്ചിയുടെയും വിക്കി ചേട്ടന്റെ കല്യാണക്കാരി മറക്കാൻ എനിക്ക് പറ്റുമോ? ആ കാര്യം ഇടയ്ക്കെങ്കിലും ഒക്കെ ഞാനൊന്ന് ആലോചിക്കണ്ടേ. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ഉണ്ട്, അവരുടെ അമ്മ ഡബിൾ ഗെയിമാ കളിക്കുന്നത്. ഡബിൾ ഗെയിമോ? ആ, എന്നാ അവിടെയുള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും മനസ്സിലായിട്ടില്ല. നീ ഒരു കല്യാണം കഴിക്കുന്ന വേദാന്തിനോട് ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിന് പകരം വിക്കിയോട് വേദാന്തിനെ കല്യാണം കഴിപ്പിക്കുന്ന പറഞ്ഞേക്കുന്നത്. അതാ പ്രശ്നം. അതെയോ? ഒരമ്മയായിട്ട് പിന്നെന്തിനാ അവരിങ്ങനെ പെരുമാറുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് തോന്നുന്നേ അവരുടെ നിശ്ചയത്തിനും കല്യാണത്തിനും ഇവരെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാ. അതിനു മുമ്പേ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. അതിനാണോ നീ ഈ റൂട്ട് പിടിച്ചിരിക്കുന്നത്?
രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ പെണ്ണിന്റെ മെസ്സേജ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ വീണ്ടും തുടങ്ങിയ. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറിയ കാര്യം ഞാൻ ന്യൂസിൽ കണ്ടു. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. ഐ ട്രസ്റ്റ് യു. എനിക്ക് എപ്പോഴും നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. ഐ ലവ് യു. ഈ രാത്രിയില് ഇത്രയും ഡോസ് കൊടുത്താ പോരെ? എന്റെ ദൈവമേ, ഇനി അങ്ങോട്ട് എല്ലാം നല്ലത് മാത്രം വരുത്തണേ. എല്ലാം കാത്തോളണേ നീ. അമ്മയൊന്ന് വേഗം കോഫി എടുത്തതാ, ഓഫീസിൽ പോണം. എന്ത് ഓഫീസോ? ഇന്നും ഓഫീസുണ്ടോ നിനക്ക്? വീട്ടിൽ പാവകളെ വെച്ചിട്ടുണ്ട്, പൂജ ചെയ്യണം. നിങ്ങളൊക്കെ എങ്ങനെ പോയാ എങ്ങനെയാ? ഇന്ന് ജോലിയുള്ള ദിവസമല്ല, പിന്നെ പോവണ്ടേ? ജോലിയും കാര്യങ്ങളൊക്കെ വേണം മോളെ. വർഷത്തിൽ ഒരേ ഒരു ദിവസം വരുന്ന പൂജയാ. അന്ന് എല്ലാരും ഈ വീട്ടിലില്ലെങ്കിൽ എങ്ങനെയാ കാര്യം നടക്കുന്നേ? എന്റെ ബോസിന് ഈ പൂജയും വഴിപാടും ഒന്നും മനസ്സിലാവില്ല. അവന് കറക്റ്റ് സമയത്ത് വരണം, കറക്റ്റ് സമയത്ത് പോണം, അല്ലാതെ ഒന്നും അറിയണ്ട. അയ്യോ, എന്തുവാ നീ അവനെ പറ്റി ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നത്? പാവം പയ്യനല്ലേ അവൻ. അവൻ വലിയ ആളല്ലേ മോളെ? വലിയ ആളോ? പിന്നല്ലാതെ. അവനുള്ള പേരിനും പ്രശസ്തിക്കും അന്തസ്സിനും ഒക്കെ എനിക്ക് യാതൊരു ബന്ധമില്ലെന്ന് കരുതി അവന് തിരികെ പോകാമായിരുന്നല്ലോ. അവന് ചീത്തപ്പേര് വരുന്നു കരുതി ഒന്നും മിണ്ടാതെ വേണമെങ്കിൽ അവന് നിൽക്കാമായിരുന്നല്ലോ. പക്ഷെ അവന് നിനക്ക് അപമാനമാവെന്ന് കരുതി ചെയ്യാത്ത കുറ്റത്തിന് നീ പഴി വാങ്ങുന്ന കാരണം കൊണ്ട് ഒരിത്തിരി പോലും ചിന്തിക്കാതെ അവൻ എന്റെ കാലി വീണില്ലേ? നിന്റെ അച്ഛനോട് കൈകൂപ്പി മാപ്പ് ചോദിച്ചില്ലേ? അതവന്റെ വലിയ മനസ്സാ മോളെ. അപ്പൊ അവന് ഇത്രയും നല്ല മനസ്സൊക്കെ ഉണ്ടോ? അതുകൊണ്ടേ ഞാൻ വിക്കിയെ വിളിച്ചിട്ടേ വേദാന്തിനെ പൂജയ്ക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പൊ ഇങ്ങെത്തും. നീ അവരുടെ മുന്നിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോവല്ലേ പറഞ്ഞല്ലോ. അമ്മ പറഞ്ഞത് സത്യമായിരിക്കോ? വേദാന്ത് ശരിക്കും അത്രയ്ക്ക് നല്ല ആളാണോ? ചിലപ്പോ ആയിരിക്കും. ഞാൻ എത്രയൊക്കെ ഇറിറ്റേറ്റ് ചെയ്താലും അവൻ എന്റെ സൈഡ് തന്നെ നിൽക്കാറുണ്ടല്ലോ. അവൻ എന്നോട് ചിലപ്പോ ക്രഷ് ഉണ്ടായിരിക്കും, അതുകൊണ്ടാ നിക്കുന്നേ. ഉണ്ടോ ഇല്ലയോ? ഞാനല്ലേ അവനെ പറ്റിക്കുന്നേ. പാവം, നല്ല ആളാവൻ. ഏയ്, വേണ്ടാത്തൊന്നും ചിന്തിച്ച് നീ വെറുതെ അമൂൽ ബേബി ആകാൻ നിൽക്കണ്ട. നീ എപ്പോഴും റൗഡി ബേബി തന്നെയാ. അവൻ വേദാന്ത് മേനോനല്ല, അഹങ്കാരിയാ, തന്റേടിയാ. അല്ല വിക്കി, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ? എനിക്ക് ഈ പൂജയിലൊന്നും വിശ്വാസമില്ലെന്ന് നിനക്ക് അറിയുന്ന കാര്യമല്ലേ? ചേട്ടൻ എന്തായാലും ഇത് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. എന്ന് കരുതി ചേട്ടന് ഇതിൽ ഇനി വിശ്വാസം വരില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ നോക്കി പേടിപ്പിക്കില്ല ചേട്ടാ. ആക്ച്വലി നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് എന്റെ ഭാവി അമ്മായിമ്മ പരിമളയാ. വാട്ട്? ഇൻവൈറ്റ് ചെയ്തത് ആരതിയുടെ അമ്മയാണോ?
ആ നിന്നെ എന്തായാലും കൊണ്ടുവരണമെന്ന് അത്ര ഫോഴ്സ് ചെയ്ത് എന്റെ അടുത്ത് പറഞ്ഞേ. ആക്ച്വലി നിന്നെ കോൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തതാ. പക്ഷേ നീ ഓഫീസിൽ ഇങ്ങനെ ബിസിയാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നിന്നെ വെറുതെ വിളിച്ച് ശല്യം ചെയ്യണമെന്ന് വിചാരിച്ചാ എന്നെ വിളിച്ച് പറഞ്ഞേ. ഞാൻ വിചാരിച്ചു ആരതിയെ കാണാനുള്ള നിന്റെ അടുത്ത ഉടായ്പാണെന്ന്. അമ്മൂലിയുടെ അമ്മ വിളിച്ചു എന്ന് നിനക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? അമ്മായി ആരതിയുടെ അമ്മ എന്ന പേരിലാണോ ഇഷ്ടം, അതോ റൗഡി കൊച്ചിന്റെ അമ്മ എന്ന പേരിലാണോ? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. അതിഥി, ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി തന്നെ. എന്നിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. അയ്യോ ചേച്ചി, ഇതെന്താന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ എന്തിനാ നമ്മളെ വേഗം വിളിച്ചുണർത്തിയത്? എനിക്കാണെങ്കിൽ നല്ല തലവേദന ഉണ്ട്. എടി, ചേച്ചിയോട് തർക്കുത്തരം പറയുന്നോ? നിനക്ക് കുറച്ച് കൂടുന്നുണ്ടേ. ഞാൻ നിന്നോട് സംസാരിച്ചില്ല. നീ നിന്റെ കാര്യം നോക്കി. നോക്കി ചേച്ചി, ഈ സ്ക്രബ്ബർ ഇവിളാ കൊണ്ടുവന്നേ. ഇതും അവളെ പോലെ തന്നെ ഒരു ഉപയോഗവും ഇല്ല. മാടിച്ച് എടി, നീയാ കള്ളപ്പണിക്കാരി. 2 പാത്രം കഴുകിയിട്ട് വലിയ ബിൽഡപ്പ് കാണിക്കല്ലേ. എടി, മിണ്ടാതെ നിൽക്കാന്ന് കരുതി ഓവറാവണോ നീ? നിങ്ങളുടെ രണ്ടുപേരുടെയും വഴക്ക് കണ്ട് കണ്ട് ഞാൻ മടുത്തിരിക്കാം. അതിഥി, അകത്ത് കുറച്ച് പാത്രങ്ങളുണ്ട്, പോയി എടുത്തിട്ട് വന്നേ. അമ്മു, ഈ സ്ക്രബ് വെച്ചാൽ ഈ പാത്രങ്ങളൊക്കെ കഴുകിക്കുക. ഞാൻ പോയിട്ട് വേറെ വാങ്ങിട്ട് വരാം. നീ എന്തിനാ ചേച്ചി പോകുന്നേ? പണിയെടുക്കാൻ പറ്റില്ലാത്തൊരു മടിച്ചുണ്ടല്ലോ ഇവിടെ. ഇവിടെ പറഞ്ഞോട്. നിന്നോടാ പറഞ്ഞ വേണ്ടാന്ന്. നീ നിന്റെ കാര്യം നോക്കിയാ മതി. അയ്യോ അതിഥി, ഒന്നും മിണ്ടാതിരിക്കെ. ഞാൻ പോയിട്ട് വാങ്ങിട്ട് വന്നോളാം. എനിക്ക് വേറെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഞാൻ മിണ്ടാതെ ചേച്ചി നിക്കുന്നേ. ഈ മുതുക്കിയ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നേ. അതിഥി, ഒന്നും മിണ്ടാതിരിക്കെ. പോയി പറഞ്ഞ് കാര്യം ചെയ്തേ. ഒന്ന് പോടി. നീ എന്താ നോക്കി പേടിപ്പിക്കണോ? അമ്മു, നീ ഇങ്ങനെ അവളെ പോലെ ആവാതെ ഒന്ന് മിണ്ടാതിരിക്കാൻ എന്താ തരണ്ടേ? ആരെന്ത് തെറ്റ് ചെയ്താലും ഞാൻ വഴക്ക് പറയും. വെറുതെ വായും പൊളിച്ച് നോക്കിയിരിക്കുന്ന ആളൊന്നും അല്ല ഞാൻ. ചേച്ചിയോട് ഇപ്പൊ എതിർത്ത് സംസാരിച്ചത് ഇവളല്ലേ? അതുകൊണ്ട് ഇവള് തന്നെ പോണം, അത്ര തന്നെ. ശരി, നീ മിണ്ടാതിരിക്കുക. അവള് ചെയ്തോളും. ഞാൻ പോയ ഉടനെ വീണ്ടും അടിയുണ്ടാക്കരുത്, പറഞ്ഞേക്കാം. അതിഥി, നീ ചെല്ല്. അല്ല ചേച്ചി, നിന്നോട് പോവാനല്ലേ പറഞ്ഞേ? അത് പോയി ചെയ്തേ. അമ്മു, വീണ്ടും നീ അടിയുണ്ടാക്കരുത്. ചുമ്മാ ഇരുന്നോണം. ഏയ്, പോടി മടിച്ചു പോതെ. എനിക്ക് പോയി ഒരു കോഫി ഉണ്ടോ? എനിക്ക് നന്നായി തലവേദനിക്കുന്നു. ആ പരിമളാണെങ്കിൽ രാവിലെ മുതൽ ആവശ്യത്തിൽ കൂടുതൽ പണി എല്ലാവർക്കും തന്നു. ഞാനും അത് തന്നെയല്ലേ വന്നപ്പോ നിന്നോട് പറഞ്ഞത്. കോഫി വേണം, അത്ര കോഫി കൂടി ഇവിടുന്ന്. ശരി ശരി, പാല് വാങ്ങിക്കുന്ന കവർ എവിടെ ഇരിക്കണേ? അവിടെ പുറത്തുണ്ട് ചേച്ചി, ചെല്ല്. കാണിക്കുന്നേ? എന്താ ചെയ്യേണ്ടത്? അത് തന്നെ ഞാൻ ചെയ്യുന്നേ. ഇതിപ്പോ ആദ്യമായിട്ടൊന്നല്ലോ. ആദ്യമായിട്ടല്ലെങ്കിലും ഇത് ശരിയായ സമയമല്ല. അല്ല, ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, എന്തിനാ ഇങ്ങനെ സ്ട്രൈക്ക് ആക്കുന്നത്? ഞങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് സമയത്തെ മാത്രമാണല്ലേ. പിന്നെ ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, നിങ്ങളെന്താ ഞങ്ങളെ കെയർ ചെയ്യാത്തത്? നിങ്ങൾ എത്ര പെണ്ണുങ്ങളെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നു? ഡയറക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിലും മൂവിയും സീരിയലൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞങ്ങളൊന്ന് സ്നേഹിക്കാൻ വരുമ്പോഴേക്കും നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? കറക്റ്റ്. ഇപ്പൊ നമുക്ക് കുറച്ച് ദൂരേക്ക് പോകാനുണ്ട്. റെഡിയാവും. ദൂരത്തേക്കോ? എങ്ങോട്ട്? ചെറിയമ്മയുടെ വീട്ടിൽ ആയുധപൂജ നടക്കുക. ഇവിടെ അമ്മയും ശാരികയും അച്ഛനും ഒക്കെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയേക്കുക. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോണം. റെഡിയാവും. എന്റെ ചെറിയമ്മയുടെ വീട്ടിലേക്കല്ലേ? നമ്മൾ കുറച്ച് ലേറ്റ് ആയാലും ഒരു കുഴപ്പമില്ല. ഇപ്പൊ റെഡി ആയില്ലെങ്കിൽ സ്ട്രൈക്ക് അല്ല, ലാസ്റ്റ് ചാർജ് തന്നെ ഞാൻ നടത്തും. റെഡി ആയിക്കും. ശരി മാഡം, ശരി. അടുത്ത ജന്മത്തിൽ എനിക്ക് ആണായിട്ട് ജനിക്കേ വേണ്ട. ഈ ജന്മം കൊണ്ട് തന്നെ മതിയായി. ചേട്ടാ, കാർ സ്റ്റോപ്പ് ചെയ്. വേഗം നിർത്ത്. ഒന്ന് നിർത്തിയേട്ടാ.
നിനക്ക് എന്താടാ പറ്റിയേ? വീട്ടിലേക്ക് ഇനി ദൂരമില്ല ഇവിടുന്ന്. വീട് ചിലപ്പോ കുറച്ച് ദൂരെ ആയിരിക്കും, പക്ഷെ ആ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് ദേ വരുന്ന കണ്ടില്ലേ. എടാ വിക്രാന്ത്, അയ്യോ അയ്യോ എന്നെ വിട്. എന്തായി കാണിക്കുന്നത്? നമ്മൾ നടു റോഡിലാ. ആയിരുന്നല്ലേ? നിന്നെ കണ്ടപ്പോ തന്നെ ഈ ലോകം മുഴുവനും ബ്ലറായി പോയി. എന്റെ ഫോക്കസ് മുഴുവൻ നിന്റെ മേലായിരുന്നു. എന്ത് ചെയ്യാനാ, പ്രണയത്തിന്റെ ഓരോ സൈഡ് എഫക്ട്സേ. അങ്ങനെ തന്നു കഴിഞ്ഞാ വന്നേന്ന് വെച്ചാ അമ്മ ഇന്ന് രാവിലെ തന്നെ വിളിച്ചിട്ട് വീടിന് മുന്നിൽ ഹാജരാവണമെന്ന് പറഞ്ഞ് സ്ട്രിക്റ്റ് ആയിട്ടൊരു ഓർഡർ തന്നു. ചേട്ടനെ കൊണ്ട് വരാനാ പറഞ്ഞു. സോ ഞാൻ അവിടുന്ന് മായായിട്ട് ഇവിടെ പ്രത്യക്ഷനായി. ഓ അതാണോ കാര്യം? നിങ്ങൾ രണ്ടുപേരും വന്നതിൽ ഒരുപാട് സന്തോഷായി. എങ്ങോട്ടാ സഞ്ജയൊക്കെ ആയിട്ട്? ഒന്നുമില്ല, പാലും പിന്നെ കുറച്ച് സാധനങ്ങളും വാങ്ങിക്കണായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാ സാധനങ്ങൾ വാങ്ങിക്കുന്ന കട. നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് ചെല്ല്. ചേട്ടൻ വേണേ പൊക്കോട്ടെ. എയർലൈൻ മോർണിംഗ് നിന്റെ ഒപ്പം വാക്കിങ്ങിന് കിട്ടുന്ന ഈ ഒരു അവസരം എങ്ങനെയാ നഷ്ടപ്പെടുത്താ? വിക്കി എന്റെ കൂടെ വരികയാണെങ്കിൽ അപ്പൊ ചേട്ടൻ ഒറ്റയ്ക്കാവില്ലേ? ചേട്ടൻ അല്ലെങ്കിൽ എപ്പോഴും ഒറ്റയ്ക്കാണല്ലോ. മിങ്കിൾ ആവാനാണെങ്കിൽ ചേട്ടന് ഒട്ടും ഇഷ്ടമല്ല. ആളൊരു ഒറ്റയാനായിട്ട് ഇങ്ങനെ നടക്കുക. വൺ മാൻ ആർമി, ജംഗിൾ മേ സിംഗിൾ ഷെയർ അല്ലേ ചേട്ടാ? നിനക്ക് അവളെ കൂടെ പോകാൻ വേണ്ടി ഇത്ര സോപ്പ് വേണ്ട. പോണെങ്കിൽ നീ പൊക്കോ, ഞാൻ വീടിന്റെ മുന്നിലുണ്ടാവും. അയ്യോ, വീടിന്റെ മുന്നിൽ നിന്ന് എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? അമ്മ അവിടെ തന്നെയുണ്ട്. അവൾ എന്തായാലും ചേട്ടന് കമ്പനി തന്നോളൂ. നീ കേട്ടോ ചേട്ടാ, ആഗ്രഹിച്ചു വന്നത് നടക്കാൻ പോകുന്നു. റൗഡി കൊച്ചിനെ തന്നെ കമ്പനി ആയിട്ട് കിട്ടിയല്ലോ. എൻജോയ്. രാവിലെ തന്നെ കഴുതയുടെ മുഖമാണോ കാണി? ഡിസ്കസ്റ്റിംഗ് ബ്ലഡി സൈക്കോ വുമൺ. ഇന്നെങ്കിലും മീനാക്ഷിയെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പ്രപ്പോസ് ചെയ്തേ പറ്റൂ. ഇങ്ങനെ കണ്ണും നോക്കി ഒളിച്ചും പാത്തും അവളെ ഫോളോ ചെയ്തും സിനിമയ്ക്ക് കൊണ്ടുപോയി എല്ലാം ഞാൻ മടുത്തു. ഇനി എങ്ങനെയെങ്കിലും നല്ല സമയം നോക്കി അവളെ പ്രപ്പോസ് ചെയ്തേ മതിയാകൂ. അവളെങ്ങാനും ഒന്ന് സമ്മതിച്ചാ പിന്നെ സമയം വേസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ കല്യാണത്തിലേക്ക് എത്തിക്കണം. ഈ പെണ്ണുങ്ങളുടെ മനസ്സ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. മീനാക്ഷി, ഐ ലവ് യു. ഇന്നാ കോഫി കുടിച്ചോ. പിന്നെ തണുത്തു പോയി വേറെ കൊണ്ടുവരാൻ പറഞ്ഞാൽ ഞാനങ്ങ് കൊണ്ടുവരില്ല. പറഞ്ഞേക്കാം കേട്ടോ. ഏയ് ഒന്ന് മിണ്ടാതിരിക്കെ. അവള് വന്നേക്കുന്നു. തണുക്കുന്നൊക്കെ പിന്നത്തെ കാര്യല്ലേ. നീ ഇങ്ങനെ കോഫി കൊണ്ട് വെച്ചതൊക്കെ താഴെ പോവില്ലേ? ഇപ്പൊ എന്താ കോഫി താഴെ വീടോ? കൂടുതൽ കളിക്കല്ലേ. നിനക്ക് വേണമെങ്കിൽ ഞാൻ കുടിച്ചോളാം. ഏയ് എന്താടി ധർമ്മക്കാരോട് പറയുന്ന പോലെ പറയുന്നേ? ആഹാ, എത്ര ഷാർപ്പാ നീ. എത്ര നന്നായി മനസ്സിലാക്കി. ഒരെണ്ണം തന്നാലുണ്ടല്ലോ. മിണ്ടാതിരിക്കവിടെ. അകത്ത് കുറെ പാത്രമുണ്ട്, ഞാൻ എടുത്തോണ്ട് തരാം. ഇരുന്ന് കഴുകിക്കോ. കൊഞ്ചിച്ച് വഷളാക്കി കളഞ്ഞു. ഇതുപോലൊരു മടിച്ച് കോത. ഈ കഴുത ജോലി ചെയ്യുമ്പോഴും സംസാരിക്കുമല്ലോ. എടി മരക്കഴുത അതിഥി, കോഫി ഇവിടെ വെച്ചിട്ട് പോയാൽ ഞാൻ എന്താ ചെയ്യാ? എന്റെ കൈ നിറച്ച സോപ്പാ. പ്ലീസ് വന്ന് കുടിപ്പിക്കടി. ചേച്ചിയുടെ പൊന്നല്ലേ നീ. എനിക്ക് തല വേദനിക്കുന്നുണ്ട്. ഒന്ന് വാ പ്ലീസ്. എന്റെ ചക്കര മുത്തല്ലേടി നീ. നന്നായിട്ട് തലവേദനിക്കുന്നു. ഒന്ന് വാ പ്ലീസ്. എന്റെ കൈ നിറച്ച് സോപ്പായോണ്ടല്ലേ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ കുടിക്കില്ലായിരുന്നോ? പ്ലീസ് മോളെ, ഒന്ന് വേഗം വാ.
എടി മുതുക്കി, ഇവിടെ വേറെ പാത്രമൊന്നും ഇല്ല. നീയോ? ഞാൻ തന്നെ. നീ എന്താ ഇപ്പൊ ഇവിടെ? നിന്റെ അമ്മ വിക്രാന്തിനെ വിളിച്ച് എന്നെയും കൂട്ടി അർജന്റായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇന്ന് ആയുധപൂജയല്ലേ, അതിനുവേണ്ടിയാ. നീ എന്തിനാ ഈ കോഫിയുടെ കപ്പും കൊണ്ട് നിൽക്കുന്നേ? നിനക്കെന്തോ തലവേദനയെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാ. തലവേദനയൊക്കെ ഉണ്ടായിരുന്നു, അതത്ര വലിയ കാര്യമൊന്നുമല്ല. ഏയ്